ഓം ശാന്തി. 3 സാധനങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ട് നടന്നാൽ ധനത്തിൻ്റെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ സാധിക്കേ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ഒരു രഹസ്യം അതിൻ്റെ കൂടുതൽ പറയട്ടെ. ഈ 3 സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ധനവും ആകർഷിച്ചു കൊണ്ടുവരുമായിരുന്നുവെങ്കിൽ പിന്നെ അത് 3 മാത്രം വെച്ച് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? ഒരിക്കലും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ 3 സാധനങ്ങളെ നിങ്ങൾ അസോസിയേറ്റഡ് മെമ്മറിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഓൾവേസ് മണി അട്രാക്ഷന് വേണ്ടി യോഗ്യമാക്കുന്ന അതിന് വേണ്ടിക്കൊണ്ട് ഞാനിതിന് അർഹമാണെന്നൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ളതായിരിക്കുന്നു ഉപാധിയായിക്കൊണ്ട് ഞാൻ ഈ 3 സാധനങ്ങളെ സൂക്ഷിക്കാൻ നിങ്ങളടുത്ത് ആവശ്യപ്പെടുകയാണ്. ധനം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ആ സാധനങ്ങൾ കൊണ്ടല്ല, ധനം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ മനസ്സുകൊണ്ടാണ്. ഒരിക്കലും സാധനം കൊണ്ടുവച്ചിട്ട് ധനം അട്രാക്റ്റ് ചെയ്യപ്പെടുമെങ്കിൽ അത് ആ ലോക്കറിൽ അങ്ങ് കൊണ്ടുവച്ച് അവസാനിച്ചു. പിറ്റേ ദിവസം തൊട്ട് നിങ്ങൾ അതീവ സമ്പന്നനാകണമായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. ചില സാധനങ്ങൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാലോ, മുല്ലപ്പൂവിന് അതിൻ്റെ സുഗന്ധമുണ്ട്, ചെമ്പകപ്പൂവിന് അതിൻ്റെ സുഗന്ധമുണ്ട്, നമ്മുടെ വാട്ടർ ലില്ലിക്ക് അതിൻ്റെ സുഗന്ധമുണ്ട്, നമുക്ക് പകൽ വിരിയുന്നതായിട്ടുള്ള റോസാപ്പൂവിന് അതിൻ്റെ സുഗന്ധമുണ്ട്, രാത്രി റാണിക്ക് അതിൻ്റെ സുഗന്ധമുണ്ട്, ഓരോന്നിനും അതിൻ്റെ സുഗന്ധമുണ്ട്. അപ്പോൾ ഓരോ സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള സുഗന്ധമുണ്ട്. കാഞ്ഞിരപ്പഴം കയ്ക്കുന്നു, അതേസമയം തന്നെ ആപ്പിൾ ആണെങ്കിൽ മധുരിക്കുന്നു. കാണാൻ ഒരുപോലുള്ളതായിരിക്കുന്ന കാഞ്ഞിരപ്പഴവും ഓറഞ്ചും ഉണ്ട്. ഓറഞ്ച് കാഞ്ഞിരപ്പഴത്തിൻ്റെ തനി രൂപത്തിൽ കിട്ടുന്നതായിരിക്കുന്ന ഓറഞ്ച് ഉണ്ടെന്ന് വാങ്ങിക്കാൻ. ഒന്ന് മധുരമാണ്, മറ്റൊന്ന് കയ്പ്പാണ്. അപ്പോൾ സാധനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഊർജ്ജമുണ്ട്. തുളസി ഇലയ്ക്ക് പോസിറ്റീവ് ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. വിഷമുണ്ടാക്കുന്ന ഇലകളും ചെടികളും ഉണ്ട്. അതുകൊണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ ഓറ ക്ലീൻ ചെയ്യാൻ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ഉപ്പിന് നെഗറ്റീവ് എനർജീനെ വലിച്ചെടുക്കാനുള്ളതായിട്ടുള്ള പവറുണ്ട്. പല സാധനങ്ങൾക്കും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള പവറുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഇല്ലാണ്ടാവുമോ? ഒരിക്കലും ഇല്ല. കാരണം എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മൈൻഡിൽ നിന്നാണ്. അതുകൊണ്ട് മൈൻഡിൽ അസോസിയേറ്റഡ് മെമ്മറി എന്നതായിരിക്കുന്നൊരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ന്യൂറോൺ പാത്വേസിനെ ക്രിയേറ്റ് ചെയ്യാനും അത് നിങ്ങളെ ഇത്തരം ഫീലിങ്സിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ടെൻഷനിൽ നിന്ന്, നിരാശയിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണെങ്കിലും, കുട്ടിക്കാലത്ത് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു പട്ടി അഥവാ ഒരു നായ നമ്മളെ കടിക്കാൻ വേണ്ടി ഓടിച്ചു. അങ്ങനെ നമ്മൾ പേടിച്ചു പോയിട്ടുള്ള ഒരാളാണ് എങ്കിൽ എപ്പോഴൊക്കെ നായയുടെ കുര കേൾക്കുന്നു അപ്പോഴൊക്കെ ഭയം നമ്മുടെ ഉള്ളിൽ ജനിച്ചു വരും. ഒരു പക്ഷേ കുട്ടിക്കാലത്ത് നായ ഓടിപ്പിച്ച സീൻ നമ്മൾ മറന്നു പോവും. പക്ഷേ ആ ഒരു ശബ്ദവും ഭയവും തമ്മിൽ കണക്റ്റഡ് ആവാറുണ്ട്. ഈവൻ പാസ്റ്റ് ബർത്തിലുണ്ടായ കാര്യങ്ങൾ പോലും പലരുടെ ജീവിതത്തിൽ മെമ്മറി ഉണ്ടാക്കാറുണ്ട്. ചില ട്രോമ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, അതായത് പാരൻസ് തമ്മിൽ ഉറക്ക ശബ്ദത്തിൽ ബഹളടിച്ചു, വഴക്കുണ്ടാക്കി, അവർ ഡൈവോഴ്സിലൊക്കെ ചെന്നെത്തിയൊരവസ്ഥ വന്നിട്ട് അതിലെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സംസാരിക്കുന്ന കേട്ടാൽ പോലും കുട്ടി ഞെട്ടും. അതിനുള്ള ഭയം ജനിച്ചു വരും. ഉറക്കെയുള്ള ശബ്ദം പേടിക്ക് കാരണമായി തീർന്നേക്കാം. നായയുടെ ശബ്ദം പേടിക്ക് കാരണമായി തീർന്നേക്കാം. പലതും പല രീതികളിലും ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അസോസിയേറ്റഡ് മെമ്മറി എന്ന് വെച്ചാൽ അർത്ഥം പണ്ടത്തെ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഗന്ധം, ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മുടെ ഒരു അനുഭവവും കൂടി നമ്മുടെ ഉപബോധ മനസ്സിനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുമ്പോൾ, ആ മണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ സാധനം കാണുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ ദ സെയിം ഫീലിംഗ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ധനത്തിനോടുള്ളതായിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലത്തെ സങ്കടം, വിഷമം, നിരാശ, എന്തെല്ലാം നെഗറ്റീവ് ഫയലുകൾ നമ്മൾ ശപിച്ചിട്ടുണ്ടല്ലോ പലപ്പോഴും. എന്ത് ചെയ്യാൻ, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി, ഞാനൊന്നും അങ്ങനെ നന്നാവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല, ഞാൻ ഈശ്വരൻ്റെ പരീക്ഷണശാലയിലെ പരീക്ഷണ വസ്തുവാണ്, കഷ്ടപ്പെടാൻ വേണ്ടി ജനിച്ചതാണ്, എത്ര കാലം ഭഗവാൻ എന്നെ പരീക്ഷിക്കുന്നു വിചാരിക്കട്ടെ. ഈ രീതിയിൽ അൺലിമിറ്റഡ് നമ്പർ ഓഫ് തോട്ട്സ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലമായിക്കൊണ്ട് ഇവിടെ ഉണ്ടായിപ്പെട്ടതായിരിക്കും നമ്മുടെ ബ്രെയിനിലുണ്ടായ എല്ലാ നെഗറ്റീവ് ന്യൂറോൺ പാത്വേസിനും ക്യാൻസൽ ചെയ്തുകൊണ്ട് പവർഫുൾ ആയിരിക്കുന്ന, പോസിറ്റീവ് ആയിരിക്കുന്ന ന്യൂറോൺ പാത്വേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡും ബ്രെയിനും കൂടുതലായിരിക്കുന്ന ഈ ഒരു പ്രൊഡക്ഷൻ അഥവാ മാനിഫെസ്റ്റേഷൻ
ഫാസ്റ്റാക്കി ജീവിതത്തിൽ സമ്പന്നത കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടാണ് ഞാൻ ഈ 3 കാര്യങ്ങളെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ പറയുന്നത്. ഇനി ആ കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞു തരാം. അതിലൊന്നാമത്തെ കാര്യം ഒരു കീ, ഒരു താക്കോല്. എങ്ങനെയുള്ള താക്കോലായിരിക്കണം? ഇപ്പോഴത്തെ കാലത്തിലെ, പണ്ടത്തെ കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോഴും പല വീടുകൾക്കുണ്ടായോ താഴെ ഒരു റൗണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഒരു താക്കോലിൻ്റെ, അങ്ങനെ ഒരു താക്കോല് സംഘടിപ്പിച്ച് വെക്കുക. ഒന്നുമില്ലെങ്കിൽ വാങ്ങിക്കുക, കുഴപ്പമില്ല. ആ താക്കോല് തൊടുമ്പോൾ നമുക്ക് ഇനി നിവൃത്തിയില്ലെങ്കിൽ ആ താക്കോല് കിട്ടിയേ പറ്റുന്നൊന്നുമില്ല, ഏത് താക്കോലും ആവാം. പക്ഷെ നമ്മുടെ ഹാർട്ടിൽ ഭാഗ്യത്തിൻ്റെ താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണും ഒരു ഓട്ടോയുടെ ഉള്ളിൽ ആ സാധനം ഇടുന്നു നമ്മൾ, എന്നിട്ട് തിരിക്കുന്നു. ആ ഒരു ഫീലിംഗ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, അൺലോക്ക്ഡായിട്ടുള്ളൊരു പ്രോസസ്സ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു താക്കോൽ കിട്ടിയാൽ നല്ലത് എന്ന് പറയാൻ കാരണം. നമ്മുടെ വാലറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റുന്നതായിരിക്കുന്ന മെത്തേഡ് എന്താണോ അത് ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളൊരു കീ വയ്ക്കുക. എപ്പോഴൊക്കെ നമ്മുടെ കീനെ സ്പർശിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നിന്ന് ചിന്തിക്കണം, ഓ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം തുറന്ന ആളാണ്. അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ അടുത്തേക്ക് വരികയാണ്, അൺലിമിറ്റഡ് ചാൻസസ് എൻ്റെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് ഒരുപാട്, ഇനിയിപ്പോൾ ഒരു ബിസിനസ് മാഗ്നറ്റ് ആണെങ്കിൽ പുതിയ പല ഡീലുകളും ഓപ്പൺ ആക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങളുടെ ഫീൽഡ് എന്താണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പദം ഏതാണോ അതനുസരിച്ചുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് ഓപ്പൺ ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ ഒരു കാര്യം വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. എപ്പോഴൊക്കെ തൊടുന്നു ഞാനിതാണ്, ഞാൻ എൻ്റെ ഭാഗ്യം തുറന്ന ആളാണ്, ഞാൻ ഭാഗ്യം തുറക്കുന്ന ആളാണ്, എൻ്റെ ഭാഗ്യം ഓൾവേസ് ഓപ്പണാണ്, ഇങ്ങനെയുള്ള തോട്ട്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുന്ന സമയത്ത് മുഴുവൻ എപ്പോഴൊക്കെ നമ്മുടെ കൈ അതിന് തൊടുന്നു, പേഴ്സ് തുറന്നു പൈസ എടുക്കാൻ നോക്കുന്നു, ചാവി കാണും, യെസ് ഞാൻ എൻ്റെ ഭാഗ്യത്തെ ഓപ്പണാക്കുന്ന ആളാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ഫോർ എക്സാമ്പിൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്, ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്, ഒരു കാര്യം എന്തെങ്കിലും മറ്റൊരാൾ സഹായിക്കാൻ ചെയ്തു തരാൻ വേണ്ടി അവരോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ചാവിയെ തൊട്ടുകൊണ്ട് നമ്മൾ സങ്കല്പിക്കുക, ഞാൻ എൻ്റെ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ആളാണ്, ഞാൻ ഭാഗ്യം ഓപ്പണായ ആളാണ്. ഈ ടൈപ്പ് തോട്ട്സ് റെഗുലർ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. സാഹചര്യം വരുമ്പോൾ എപ്പോഴൊക്കെ താക്കോല് കാണുന്നു അഥവാ സാഹചര്യം അതിനനുകൂലമായിട്ട് വരുന്നു അവിടെയൊക്കെ നമ്മുടെ ബ്രെയിൻ പറയാൻ തുടങ്ങും, ഞാൻ ഭാഗ്യം തുറന്ന ആളാണ്, ഞാൻ ഭാഗ്യം തുറക്കുന്ന ആളാണ്, എൻ്റെ ഭാഗ്യം മാത്രമല്ല മറ്റുള്ളവരുടെ കൂടെ ഭാഗ്യം തുറക്കുന്ന ഭാഗ്യദേവതയാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അത് സഹായിക്കുന്ന ഒന്നാണ് താക്കോൽ. രണ്ടാമത് ഒരു ചെറിയ മാഗ്നറ്റ്. പല രീതിയിലുള്ളതായിട്ടുള്ള മാഗ്നറ്റ്സ് കിട്ടില്ല. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മാഗ്നറ്റ്സൊക്കെ കിട്ടും, കാന്തങ്ങൾ. ഒരു കുഞ്ഞു കാന്തം വെക്കുക കയ്യിൽ, എന്നിട്ട് ഇത് സ്ഥിരം ശീലാവും വരെ കണ്ടിന്യൂസ് ആയിട്ട്. എന്തുകൊണ്ട് ഈ സാധനം വെക്കുന്നത് പറയാമെന്നറിയോ? ഒരു 10 ദിവസം 15 ദിവസം 21 ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഐ ആം ദ മണി മാഗ്നറ്റ്, ഐ ആം ദ മണി മാഗ്നറ്റ്, ഐ ആം ദ മണി മാഗ്നറ്റ് എന്നൊക്കെ പറയും. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും ബിസി ആക്കുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതങ്ങ് വിട്ടുപോയി. പലരും പറയാറുണ്ട്. അതുകൊണ്ട് മറക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കാന്തത്തിന് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ വെക്കുക. അത് തൊടുമ്പോൾ അതിനെ കാണുമ്പോഴൊക്കെ ഐ ആം ദ മണി മാഗ്നറ്റ്, ഐ ആം ദ മണി മാഗ്നറ്റ് ക്രിയേറ്റ് ചെയ്യുക. കുറേ കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങും, ഐ ആം ദ മണി മാഗ്നറ്റ്. കുറച്ച് നാൾ തീരെ തൊടാതെ അമ്മ മറന്നു പോകും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കയ്യിൽ കീപ്പ് ചെയ്യൂ. ഈ തോട്ട് വളരെ വേഗത്തിലേക്ക്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓപ്ഷൻ അല്ല, ഒരു കാന്തമാണെങ്കിൽ ആ കാന്തത്തിൻ്റെ ഏത് ഭാഗത്തിരുമ്പ് തൊട്ടാലും അത് അട്രാക്റ്റ് ചെയ്യും. അതേപോലെ നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ തലങ്ങളിൽ നിന്നും നമ്മുടെ റെഗുലർ ഡ്യൂട്ടിയിൽ നിന്നും കൂടി മണി അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു തോട്ട്, ഐ ആം ദ മണി മാഗ്നറ്റ്. പിന്നെ ഒന്ന്, ഒരു ചെറിയ സിനമൺ സ്റ്റിക്സ്, ഒരു ചെറിയ കറുവപ്പട്ടേൻ്റെ ഒരു ചെറിയ കഷ്ണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറുവപ്പട്ട പോസിറ്റീവായിരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ കേരളത്തിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അതായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അവർ ഈ ഒരു സിനമൺ സ്റ്റിക്ക് അഥവാ കറുവപ്പട്ടയുടെ ഒരു വടി, ഒരു ചെറിയ റോള് പോലെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നല്ല പവർഫുള്ളായ സാധനം. അത് മണി അട്രാക്ഷന് വേണ്ടി ലക്ഷ്മിയുടെ ആധാരമൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. എനിവേ അത് നല്ല രീതിയിൽ നമ്മുടെ നെഗറ്റീവ് എനർജിനെ ഇല്ലാതാക്കുന്ന സാധനമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഒരു നുള്ള് അതിനുള്ളിൽ ഇട്ട് വയ്ക്കാൻ നല്ലതാണ്. കുളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓറ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. ഒരു ചെറിയ കഷ്ണം അതും വെക്കുക. അത് തൊടുമ്പോൾ മുഴുവൻ ചിന്തിക്കുക, ഞാൻ ഐ ആം ദ അബൻഡൻറ്റ്. വേറൊരു ഭാഷ സിമ്പിളായിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാത്കാരമാണ്.
ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാത്കാരമാണ്. ഈ സിനമൺ സ്റ്റിക്ക് കുറച്ച് സ്പിരിച്വൽ ആണല്ലോ, അത് തൊടുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഞാൻ ഈശ്വരീയ സമൃദ്ധിയുടെ സാക്ഷാത്കാരമാണ്. ഈ 3 സാധനങ്ങളും നിങ്ങളുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കുകയും, സാധനങ്ങൾക്കല്ല പ്രാധാന്യം, ഞാൻ വീണ്ടും പറയുകയാണ്, ആ സാധനങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എന്താ പറയുക പോസിറ്റീവ് അഫർമേഷൻ അത് നിങ്ങളുടെ വളരെ വേഗത്തിൽ ബ്രെയിൻ ന്യൂറോൺ പാത്വേസ് ക്രിയേറ്റ് ചെയ്യും. ആ ടൈപ്പ് ഓഫ് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. പുതിയ പുതിയ ചാൻസസ് നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരാൻ തുടങ്ങും. ആ തോട്ട്സ് നിങ്ങളിലേക്ക് പുതിയ പുതിയ വാതിലുകൾ തുറക്കും, പുതിയ ചാൻസ് വരും, നിങ്ങളുടെ മേഖലകൾ ഓപ്പൺ ആവും, വിശാലാവും. എല്ലാ തലങ്ങളിൽ നിന്നും ധനം ഒഴുകി വന്നുകൊണ്ട് സാമ്പത്തികമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാളാവാൻ സാധിക്കും. അതിൻ്റെ ബേസ് സാധനല്ല, മൈൻഡാണ്, സബ് കോൺഷ്യസ് മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിലും കോൺഷ്യസ് മൈൻഡിലും പരസ്പരം റിലേറ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് അസോസിയേറ്റഡ് മെമ്മറി എന്ന് പറയും. ഒന്ന് മറ്റൊന്നുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒത്തുചേർമിച്ചൊരു ഓർമ്മ. പണ്ട് കാലത്ത് പഠിച്ചത് ഞാൻ ഓർമ്മിക്കും. 7 കളർ ഓർമ്മിക്കാൻ വേണ്ടിക്കൊണ്ട്, സൂര്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി വിബ്ജിയോർ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ മനസ്സിലേക്ക് മണി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് ഈ 3 സാധനങ്ങളെ പ്ലസ് നമ്മൾ ഈ ഒരു അഫർമേഷൻസിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ അതിന് ന്യൂറോൺ പാത്വേസ് ക്രിയേറ്റ് ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മണി പ്രോബ്ലംസിന് ഒരു സൊല്യൂഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.